മച്ചന്മാരെ ശ്രീമൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ദുൽഖറിൻ്റെ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് 7/9/2024. കൃത്യം പറഞ്ഞാൽ 5/9/2024 വിജയുടെ സിനിമ ഗോട്ട് വരികയാണ്. അത് കഴിഞ്ഞ് 2 ദിവസങ്ങൾക്ക് ശേഷം ദുൽഖറിൻ്റെ ലക്കി ഭാസ്കർ എത്തുകയാണ്. അങ്ങനെ ഒരു കിടിലൻ ക്ലാഷ് വെക്കണമെങ്കിൽ അത് ഐറ്റം വേറെ തന്നെ ആയിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ പിടിച്ചോ റിലീസ് ഡേറ്റ് എന്നുള്ളത് നേരത്തെ അങ്ങ് തന്നിരിക്കുകയാണ്. അതായത് ലക്കി ഭാസ്കർ എന്ന ദുൽഖർ സിനിമ വേൾഡ് വൈഡായിട്ട് ഒരു കൊലത്തൂക്ക് തൂക്കാൻ പോകുന്നു എന്നുള്ളതാണ്. കട്ടയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്നത് ആരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, വിജയ് സിനിമയാണ്. വിജയ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ എങ്ങനെയായിരിക്കും, വേൾഡ് വൈഡായിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് ആ റേഞ്ചാണ് വിജയ് എന്ന് നമുക്കറിയാം. പക്ഷേ വിജയോടൊപ്പം ഏറ്റുമുട്ടാൻ ഒരു സിനിമ നിൽക്കണമെങ്കിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് വെറും ധൈര്യമല്ല, അമ്മാതിരി ധൈര്യം ഉണ്ടാകുമെന്നുള്ളത്. അങ്ങനെ ധൈര്യം വരണമെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന സംഭവം ഒരു 1.5 ഐറ്റം ആയിരിക്കും എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ലക്കി ഭാസ്കറിന് ഇപ്പോൾ നൽകുന്ന മുൻതൂക്കവും എന്ന് പറയാം. എന്തായാലും ഈ പറഞ്ഞ പോലെ ഓൾ ടൈം ഒരു ഗംഭീരമായിട്ടുള്ള ക്ലാഷാണ്. പലപ്പോഴും തമിഴ് സിനിമകളിൽ പോലും ഈ പറഞ്ഞ പോലെ വിജയുമായിട്ട് ക്ലാഷ് വെക്കാൻ പേടിക്കുന്ന സ്ഥലത്ത് ഇവിടെ മലയാളത്തിൽ നിന്ന് ദുൽഖർ അങ്ങ് ചെല്ലുന്നു, അതും തെലുങ്ക് സിനിമയിലൂടെ എന്ന് തന്നെ പറയാം. വേൾഡ് വൈഡായിട്ട് ഗ്രാൻഡ് റിലീസ് 7-ാം തീയതി എത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ലക്കി ഭാസ്കർ അമ്മാതിരി ഒരു ഐറ്റം തന്നെ ആയിരിക്കും. പേര് സൂചിപ്പിക്കുന്ന പോലെ ലക്കി ആയിട്ടുള്ള ഭാസ്കറിനെ നമുക്ക് അവിടെ കാണാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആരൊക്കെയാണ് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്, ഒപ്പം വിജയ് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് പറയാം. കാരണം ഇമാതിരി ഒരു സിനിമ വേറെ ആർക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കില്ല, അത് വിജയ്ക്ക് വേണ്ടി മാത്രമാണ്. വേറെ ഇന്ത്യയിൽ ഒരു നടനുമില്ല ഈ റേഞ്ചിൽ നമ്മളൊരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ പേര് വിജയ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സിനിമ വരുമ്പോൾ അത് മറ്റൊരു സംഭവമായിരിക്കാം. സെപ്റ്റംബർ 5 അങ്ങ് ലോക്ക് ചെയ്തിരിക്കുന്ന ദിനമാണ്. വേറെ ഒന്നും ആ റേഞ്ചിലേക്ക് വരണ്ട എന്നുള്ളതാണ്. തീയെ പേടിച്ച് മാറി നിന്നോണം എന്നുള്ള ലെവലിലുള്ള ഒരു അനൗൺസ്മെൻറ്റ് തന്നെയാണ്. സാക്ഷാൽ ഗംഭീര തീ തന്നെയായിരിക്കും ആ പടവും എന്നുള്ളതാണ്. കാത്തിരിക്കാം. 2 സിനിമകളും അതിഗംഭീരമാകട്ടെ. അപ്പോൾ കാത്തിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുക. താങ്ക് യു ബ്രോസ്.